ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ദേവദൂതൻ്റെ റീ റിലീസ് കാണാൻ പോയിരുന്നു. അല്ലമ്രയിലാണ് ഞാൻ കാണാൻ പോയത്. അവിടെ 2 ടിക്കറ്റ് എടുക്കുമ്പോൾ 1 ടിക്കറ്റ് ഫ്രീ ഓഫർ കൊടുക്കുന്നുണ്ട്. ദേവദൂതൻ മാത്രം കേട്ടോ. ഇനി മൂവിനെ കുറിച്ച് പറയാം. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്സ് ആയിരുന്നു ദേവദൂതൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ. ഇത് ആക്ച്വലി ഞാൻ തിയേറ്ററിൽ കാണുന്ന ഒട്ടും വിചാരിച്ചില്ല. എന്തുകൊണ്ട് ഈ പടം ഫ്ലോപ്പായി എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, അത് ഒരുപാട് പേരും ആ പടം ഫ്ലോപ്പായതിനു ശേഷമാണ് ചിന്തിച്ചത് എന്തുകൊണ്ട് ഈ പടം ഫ്ലോപ്പായി എന്ന്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തുടരെ പറയാം. ആദ്യം ഞാൻ ദേവദൂതൻ്റെ റീമാസ്റ്റർ വേർഷനെ കുറിച്ച് ഒരു റിവ്യൂ പറയാം. റിവ്യൂ പോസിറ്റീവ് നെഗറ്റീവും പറയേണ്ട കാര്യമില്ല. പടം ഹൈലി പോസിറ്റീവാണ്, എല്ലാവർക്കും അറിയാം. അത് ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ദേവദൂതൻ. പക്ഷെ ഈ പടം ഇപ്പോൾ റീ റിലീസ് ചെയ്തപ്പോൾ ഒരു 30 മിനിറ്റ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പടത്തിന്റെ ഒറിജിനൽ വേർഷന്റെ ലെങ്ത് 2 hours 40 minutes ആണ്. ഇതിപ്പോൾ എഡിറ്റഡ് വേർഷൻ എഡിറ്റ് ചെയ്തിട്ട് റീ റിലീസ് ചെയ്തപ്പോൾ ഇതിന്റെ ലെങ്ത് 2 hours 12 minutes ആണ്. ഓൾമോസ്റ്റ് കോമഡി സീൻസ് ജഗതി ശ്രീകുമാറേട്ടൻ ഈ സിനിമയിലില്ല. ജഗദീഷിന്റെ സീൻസും ഇതിനെ കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഒരു ക്ലാസ് മൂവി ആയിട്ടാണ് ഇപ്പോൾ റീ റിലീസിൽ ദേവദൂതൻ റിലീസ് ചെയ്തേക്കുന്നത്. ഇത് 2000 ഇറങ്ങിയപ്പോൾ ഇതിന്റെ ജോണർ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത് അന്നത്തെ ഒരു പ്രശ്നമായിരുന്നു. അത് മോഹൻലാലിന്റെ ആ സമയത്തെ സിനിമകൾ, ഫോർ എക്സാമ്പിൾ ഒരു ആക്ഷൻ ഹീറോ ഒരു പ്രത്യേക ഒരു മാസ് ഗെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് മാസ് എലമെന്റ്സ് കയറ്റിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കോമഡി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ജോണറിലാണ് പടം 2000 പിടിച്ചു വെച്ചത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കൽ ഹൊറർ ത്രില്ലർ ആയിട്ടാണ് പടം ഇറക്കിയിരിക്കുന്നത്. അതായത് ഒരു പടം നല്ല ഫ്ലോയിൽ പോണവർ തോന്നും. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആള് ഒരു വൈഫ് ദേവദൂതൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ ആദ്യമായിട്ടാണ് ഇന്ന് തിയേറ്ററിൽ വന്ന് കണ്ടത്. ആൾക്ക് നല്ലൊരു ഗംഭീര ഫീലാണ് ആ പടത്തിന് കിട്ടിയത്. കാരണം ചില സിനിമകൾ ആ ഫ്ലോയിൽ പോകണം. പക്ഷെ എനിക്ക് അതിന്റെ ഒറിജിനൽ വേർഷൻ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ ആ പടത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം ആ പടത്തിന്റെ റീ റിലീസ് വന്നപ്പോൾ അതിൽ മോഹൻലാലിനെ കാണാനും ജയപ്രഭനെ കാണാനും പിന്നെ അതിലെ നിഖിൽ മഹേഷിന്റെ റോള് വിനീതിനെ കാണാനൊക്കെ എന്താ ലുക്ക് എന്നറിയാം. നല്ല ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ബിജിഎം, വിദ്യാസാഗറിന്റെ ബിജിഎം, എൻ്റെ പൊന്നെ, അത് നമ്മൾ തിയേറ്ററിൽ ഇതുവരെ അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. ഓരോ സീനും വരുമ്പോഴും ഹൊറർ സീൻ ക്ലൈമാക്സ് ഇത് ഈ ബിജിഎം ഇങ്ങനെ തലയിൽ ഇങ്ങനെ അലീനിങ്ങനെ ആ ഒരു അങ്ങനെ ചെവിയുടെ അങ്ങോട്ട് കയറുക സംഭവം. നല്ലൊരു ഫീൽ. ആ മ്യൂസിക് കാണാൻ വേണ്ടി എന്തായാലും തിയേറ്ററിൽ പോയേ പറ്റും. അതും ഹൈ സൗണ്ട് ക്വാളിറ്റി തന്നെ ആ പടം കാണണം. ഇനി പറയാനുള്ളത് എന്തുകൊണ്ട് ദേവദൂതൻ 2000 ഫ്ലോപ്പായി എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഇതില് CB മലയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് CB മലയൻ ആദ്യം എഴുതിയ കഥയാണ്. അതായത് 1983 പിടിക്കാനിരുന്നിരുന്ന സിനിമയാണ് അന്നത്തെ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട്. പക്ഷെ അത് അന്ന് നടന്നില്ല. അതെന്തോ CB മലയൻ പറയാനുണ്ടായിരുന്നു. അതെന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് നടന്നില്ല. അതെങ്ങാനും ആ സമയത്ത് റിലീസായിട്ടുണ്ടെങ്കിൽ CB മലയന്റെ കരിയർ തന്നെ പോയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇത് ഫുൾ പടം പിടിച്ച് റിലീസ് ചെയ്യാൻ പറ്റിയത് 2000 പക്ഷെ ആ 2000 പടം ഇറങ്ങി ഫ്ലോപ്പായി. ആള് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി. പിന്നീടാണ് ഇഷ്ടം വന്നു. ഇഷ്ടം അത്രയ്ക്ക് വർക്കൗട്ട് ആയില്ല. പിന്നെയാണ് CB മലയന്റെ ഒരു ഫ്ലോ അങ്ങോട്ട് പോയിരുന്നു. ഇത് ഉസ്താദൊക്കെ കഴിഞ്ഞ് ഭയങ്കര കത്തിക്കുന്ന സമയത്താണ് ഈ ദേവദൂതൻ വന്നത്. ദേവദൂതൻ ആളുടെ ഡ്രീം പടമായിരുന്നു. അത് പൊളിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയിരുന്നു. പിന്നെ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ദേവദൂതൻ ഫ്ലോപ്പ് ആയത് എന്നുള്ള കാര്യം പറയാം. ഒരു 2000 ആ കാലഘട്ടങ്ങളിലും, അതായത് ഒരു 90s 95 കൂടുതലും കൊമേഴ്ഷ്യൽ മൂവീസ് അല്ലെങ്കിൽ കോമഡി മൂവീസിനേക്കാളും കൂടുതൽ കൊമേഴ്ഷ്യൽ മൂവീസ് ഹിറ്റായിരുന്ന സമയമായിരുന്നു. ഫോർ എക്സാമ്പിൾ മൂവീസ് ലൈക്ക് വെല്ലിയേട്ടൻ, നരസിംഹം, ഉസ്താദ്, അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു മൂവീസിന്റെ ഒരു ആ ടൈപ്പ് ജോണേഴ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിരുന്ന സമയമാണ്. ഈ പടത്തിന് ക്ലാഷ് വന്നത് തെങ്കാശിപ്പട്ടനും ദാദാ സാഹിബുമാണ്.
തെങ്കാശി പട്ടൻ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആണ്, ഇപ്പോഴും ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരിക്കും ഇപ്പോൾ ഇറക്കിയാലും. പക്ഷെ ദാദാ സാഹിബ് എന്ന സിനിമ ആ സമയത്ത് വൺ ഓഫ് ദ സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു. ആ ജോണറിലുള്ള പടങ്ങൾ ആ സമയത്ത് കുറെ ഹിറ്റായിരുന്നു. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു ആക്ഷൻ പാക്ഡ് മൂവീസ് ആ സമയത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് കാലം തെറ്റി വന്ന പടമാണ് ദേവദൂതൻ. ദേവദൂതൻ മാസാണെന്ന് വെച്ചാൽ മാസാക്കിയില്ല, മാസ് കോമഡിയാന്ന് വെച്ചാൽ കോമഡി ഇല്ല. രണ്ടും ആ പടത്തിൽ ആഡ് ചെയ്തതാണ്. ശരിക്കും ഇത് പ്യുവർ ക്ലാസ് മൂവി ആയിരുന്നു. ക്ലാസ് മൂവീസ് കാണാനുള്ള ഓഡിയൻസ് വൈബ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ പടം അങ്ങോട്ട് ഏലിക്കാതെ പോയത്. പിന്നീട് അത് ടി വിയിൽ വന്നപ്പോൾ ആൾക്കാർ പതുക്കെ പതുക്കെ അംഗീകരിച്ചു തുടങ്ങി. പക്ഷെ എന്നാലും പണ്ടത്തെ കാലം ഒരു പടം തിയേറ്ററിൽ നിന്ന് ഫ്ലോപ്പായ പിന്നെ ടി വിയിൽ വരും. ടി വി വന്നിട്ടുണ്ടെങ്കിലും അത് ഇഷ്ടപ്പെട്ടു. അത് പുറത്തോട്ട് അങ്ങോട്ട് നമ്മളിപ്പോ പടം ഫ്ലോപ്പായി പോയിട്ട് ആ പടം നല്ലതെന്ന് വെച്ചാൽ അഭിപ്രായം പിന്നെ അങ്ങോട്ട് വരില്ലല്ലോ. വന്നാലും സോഷ്യൽ മീഡിയ അറിയില്ലല്ലോ. ഈ മൂവി കട്ട് ക്ലാസിക്കിലോട്ട് കയറിയത് യൂട്യൂബും വൈഫൈയും കടന്നു വന്ന പിന്നെയാണ്. യൂട്യൂബിലൂടെ ഈ പടത്തിന് കുറെ സീൻസ്, BGM, സോങ്സ്, അതേപോലെ കുറെ ടിക്ടോക്കിലോട്ടും എല്ലാത്തിനും ഇതിന്റെ റെഫറൻസുകൾ, ഇതൊക്കെ വന്ന പിന്നെയാണ് ഈ മൂവി കൾട്ട് ക്ലാസിക് കാറ്റഗറിയിലോട്ട് മാറിയത്. അങ്ങനെയാണ് ഈ പടം ഇപ്പൊ റീ റിലീസിലോട്ട് എത്തി എല്ലാവരെയും വിസ്മയിച്ചുകൊണ്ടിരിക്കുന്നു. പടം UAE-യിലും തിരക്കുണ്ടായിരുന്നു, ഒരു നല്ല കയ്യടിയും ഉണ്ടായിരുന്നു ഇൻട്രോ സീൻസിനും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത സീൻസ് കട്ട് ചെയ്യണോ, കട്ട് ചെയ്യണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടിയും, പക്ഷെ എനിക്ക് ജഗതിയുടെ കോമഡി ഒക്കെ എൻജോയ് ചെയ്തിരുന്നതാണ്. പക്ഷെ അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. പിന്നെ മൂവിലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ മുരളിച്ചേട്ടൻ സൂപ്പർ ആയിരുന്നു. ആ മുരളിച്ചേട്ടൻ വന്നപ്പോൾ നല്ല തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു. മുരളിച്ചേട്ടൻ മാത്രമല്ല, തിയേറ്ററിൽ മൊത്തത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ ഇൻട്രോ സീൻസിനും നല്ല കയ്യടി ഉണ്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ നല്ലൊരു എല്ലാവരും കഥ അറിഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കറക്റ്റ് സ്പോട്ടിൽ കയ്യടികളും അതൊക്കെ കിട്ടി. പടം നല്ല വൈബിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇത് ദേവദൂതൻ മാത്രമല്ല, ഇതേപോലെ തന്നെ കുറെ കൾട്ട് ക്ലാസിക് മൂവീസ് ഉണ്ട്. എടുത്തു പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണി വാക്കർ, പിന്നെ വന്ന ഗപ്പി ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പിന്നെ ദേവദൂതൻ, ബിഗ് ബി, കുറെ സിനിമകളുണ്ട്. അതൊക്കെ ഒന്നുകൂടി റീ റിലീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. പിന്നെ ഈ സ്ഫടികം, പിന്നെ മണിച്ചിത്താഴ്, അതൊക്കെ റീ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് ഹിറ്റായി, ആ പടത്തിനെല്ലാം കിട്ടി, നല്ല ലാഭവും ബോക്സ് ഓഫീസിൽ തന്നെ വലിയ ഹിറ്റുകളൊക്കെ ആയി. ആ പടങ്ങളൊക്കെ റീ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാം. പക്ഷെ ഈ ദേവദൂതൻ ഇതേപോലത്തെ ഫ്ലോപ്പായ കൾട്ട് മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രത്യേക സന്തോഷം കിട്ടും. ആ ഒരു സന്തോഷം ഞാൻ കറക്റ്റ് തിയേറ്ററിൽ വെച്ച് എൻജോയ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ദേവദൂതൻ മസ്റ്റ് വാച്ചിങ് തിയേറ്റർ വേഗം പോയി വാച്ച് ചെയ്യാം, എൻജോയ് ചെയ്യാം. ആ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കൽ മേജിക്, ആ ഡിവൈൻ മേജിക്, ശരിക്കും മ്യൂസിക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. താങ്ക്സ്. അത്രേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ. ഇനി അടുത്ത മൂവി റിവ്യൂ ആയി വരുന്നവരെ ബൈ.